ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സൽ ഗേറ്റ്സ് ആയിട്ടുള്ള നാൻഡ് ഗേറ്റിനെയും നോർ ഗേറ്റിനെയും കുറിച്ചാണ്. ഇതിനു മുൻപ് നമ്മൾ കുറച്ച് ഗേറ്റുകൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ നാൻഡ് ഗേറ്റും നോർ ഗേറ്റും എന്താണെന്നും അതിൻ്റെ ട്രൂത്ത് ടേബിളും അതിൻ്റെ സിമ്പലും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ തന്നെ നമ്മൾ ചെറുതായിട്ട് പറഞ്ഞിരുന്നു ദേ ആർ ഓൾസോ നോൺ ആസ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. സോ വൈ ദേ ആർ നോൺ ആസ് യൂണിവേഴ്സൽ ഗേറ്റ്സ്? അതായത് ഈ രണ്ട് ഗേറ്റുകൾ നാൻഡ് ഗേറ്റും നോർ ഗേറ്റും വെച്ചിട്ട് നമുക്ക് മറ്റെല്ലാ ഗേറ്റുകളെയും ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇതിനെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഒരു നാൻഡ് ഗേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 ഇൻപുട്ട് നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ഒരു ആൻഡ് ഗേറ്റ് കോംപ്ലിമെൻറ്റ് ചെയ്തതിനെയാണ് നമ്മൾ നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ്പ്രഷൻ A.B കോംപ്ലിമെൻ്റ് ആണ്. ഇനി നോർ ഗേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഇതുപോലെ തന്നെയാണ്, പക്ഷെ അവിടെ ഓർ ഗേറ്റ് ആണെന്ന് മാത്രം. ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ടിനെ നോട്ട് ഗേറ്റുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് നോർ ഗേറ്റ് അല്ലെ. ഇതിന്റെ ട്രൂത്ത് ടേബിളും നമുക്കറിയാം. അതായത് ആൻഡിന്റെ ഔട്ട്പുട്ട് എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നാൻഡിന്റെ ഔട്ട്പുട്ട്. അതായത് രണ്ട് ഇൻപുട്ടും 1 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 0 ആവും. ബാക്കി എല്ലാ കേസിലും ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇനി നോറിൻ്റെ കേസിലാണെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇൻ ഓൾ അതർ കേസസ് ഔട്ട്പുട്ട് വിൽ ബി 1. ദീസ് ആർ ദ ട്രൂത്ത് ടേബിൾസ് ഓഫ് നാൻഡ് ഗേറ്റ് ആർ നോർ ഗേറ്റ്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നാൻഡ് ഗേറ്റിനെയും നോർ ഗേറ്റിനെയും യൂണിവേഴ്സൽ ഗേറ്റ്സ് ആണെന്നും കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതിന് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടു. അതായത് ഒരു ബൂളിയൻ എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അതിൻ്റെ കറസ്പോണ്ടിങ് ലോജിക് സർക്യൂട്ട് നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അത് സിമ്പിളായിട്ട് ആൻഡ് ഓർ നോട്ട് ഗേറ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ വരച്ചത്. അപ്പോൾ എന്ത് ചെയ്യാം, ആ ഓർ ഗേറ്റിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നാൻഡ് ഗേറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അതുപോലെ ആൻഡ് ഗേറ്റിനെ എങ്ങനെ നാൻഡ് ഗേറ്റുകൾ വെച്ച് റീപ്ലേസ് ചെയ്യും, അതുപോലെ നോട്ട് ഗേറ്റിനെയും നമുക്ക് ആൻഡ് ഗേറ്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതൊരു സർക്യൂട്ടും ആൻഡും ഓറും നോട്ടും വെച്ച് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ടിനെ നാൻഡ് ഗേറ്റുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം ഈ നാൻഡ് ഗേറ്റിൻ്റെയും നോർ ഗേറ്റിൻ്റെയും ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് നോക്കാം. അതിലാദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാൻഡ് ഗേറ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആണ്. ഇംപ്ലിമെൻറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഒരു ആൻഡ് ഗേറ്റ് നാൻഡ് ഗേറ്റ് വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ഓർ ഗേറ്റ് നാൻഡ് ഗേറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെയാണ് ഒരു നോട്ട് ഗേറ്റ് നാൻഡ് ഗേറ്റ് വെച്ച് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതാണ് നാൻഡ് ഗേറ്റിന്റെ ഇംപ്ലിമെന്റേഷൻ. ഇതുപോലെ തന്നെയാണ് നോർ ഗേറ്റിന്റെയും ഇംപ്ലിമെന്റേഷൻ. അതായത് എങ്ങനെ ഒരു ആൻഡ് ഗേറ്റ് നോർ ഗേറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഒരു ഓർ ഗേറ്റ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഒരു നോട്ട് ഗേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് ഇതിന്റെ ഇംപ്ലിമെന്റേഷനിൽ വരുന്നത്. സോ ഫസ്റ്റ് നമുക്ക് നാൻഡ് ഗേറ്റിന്റെ ഇംപ്ലിമെന്റേഷൻ ഡിസ്കസ് ചെയ്യാം. അതിൽ തന്നെ ഏറ്റവും ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് നോട്ട് ഗേറ്റ് ആണ്. എങ്ങനെയാണ് ഒരു നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ട് നാൻഡ് ഗേറ്റ് മാത്രം ഉപയോഗിച്ച് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളത്. ഇതിൽ നോട്ട് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇൻപുട്ട് എ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് ആയിരിക്കും അല്ലെ. ഇൻപുട്ട് എന്താണോ കൊടുത്തത് അതിന്റെ കോംപ്ലിമെന്റ് ആയിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നത് നോട്ട് ഗേറ്റിന്റെ കേസിൽ. അപ്പോൾ ഒരു നോട്ട് ഗേറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നാൻഡ് ഗേറ്റ് വെച്ച് സാധിക്കും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലിപ്പോൾ സിംഗിൾ ഇൻപുട്ട് അല്ലേ, നോട്ട് ഗേറ്റിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എപ്പോഴും സിംഗിൾ ഇൻപുട്ട് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നാൻഡ് ഗേറ്റിനും ഒരു സിംഗിൾ ഇൻപുട്ട് കൊടുത്തു നോക്കാം. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക, ഇതാണ് എ എന്ന് പറയുന്ന ഇൻപുട്ട് എന്ന് വിചാരിക്കുക. അതിനെ ഇങ്ങനെ ഞാൻ സിംഗിൾ ഇൻപുട്ടായിട്ട് കൊടുത്തു. ഇതും എ തന്നെയാണ്, ഇതും എ തന്നെയാണ് അല്ലെ. അപ്പൊ ഇതും എ തന്നെയാണ്, ഇതും എ തന്നെയാണ്. അപ്പൊ ഔട്ട്പുട്ട് എന്ത് വരും, എ ഡോട്ട് എ കോംപ്ലിമെന്റ്. എ ഡോട്ട് എ കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ എന്താണ്, എ കോംപ്ലിമെന്റ് ഓർ എ കോംപ്ലിമെന്റ് അല്ലെ. എ കോംപ്ലിമെന്റ് ഓർ എ കോംപ്ലിമെന്റ് എന്തായിരിക്കും, എ ഓർ എ എന്താണ്, എ തന്നെയാണ് അല്ലെ. നമുക്കൊരു പോസ്റ്റ്ലേറ്റ് ഉണ്ട്, എ ഓർ എ എന്ന് പറയുന്നത് എ തന്നെയാണ്. സോ എ കോംപ്ലിമെന്റ് ഓർ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നതും എ കോംപ്ലിമെന്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇൻപുട്ട് എ ആണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ എന്താ കിട്ടുന്നത്, എ കോംപ്ലിമെന്റ് ആണ്. അത് തന്നെയല്ലേ നോട്ട് ഗേറ്റിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇൻപുട്ടിൽ എ ആണെങ്കിൽ ഔട്ട്പുട്ടിൽ എ കോംപ്ലിമെന്റ്.
ഇവിടെയും അതെ, ഇൻപുട്ടിൽ എ ആണെങ്കിൽ ഔട്ട്പുട്ടിൽ എ കോംപ്ലിമെന്റ്. സോ നമുക്ക് ഒരു നോട്ട് ഗേറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോട്ട് ഗേറ്റിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഒരു നാൻഡ് ഗേറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ 1 NAND gate is equal to NOT gate. ക്ലിയർ? ഇത് സിംഗിൾ ഇൻപുട്ട് ആണ് എന്നതാണ് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം. ഇനി എങ്ങനെയാണ് ഒരു ആൻഡ് ഗേറ്റ് നാൻഡ് ഗേറ്റുകൾ വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഇത് മറക്കരുത് കേട്ടോ, ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. സാധാരണ രീതിയിൽ ഒരു ആൻഡ് ഗേറ്റിൽ എത്ര ഇൻപുട്ട് ഉണ്ടാവും? 2 ഇൻപുട്ടാണ് അല്ലെ. 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ഇത് എ ആണ്, ഇത് ബി ആണ്. അപ്പൊ ഇതെന്തായിരിക്കും? എ ഡോട്ട് ബി ആയിരിക്കും. ഇനി ഈ എ ഡോട്ട് ബി എന്ന് പറയുന്ന ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര നാൻഡ് ഗേറ്റുകൾ ഉപയോഗിക്കേണ്ടി വരും? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ 2 ഇൻപുട്ട് ഒരു നാൻഡ് ഗേറ്റിലേക്ക് കൊടുത്തു നോക്കാം നമുക്ക്. എ ബി എന്ന് പറയുന്ന 2 ഇൻപുട്ട് ഒരു നാൻഡ് ഗേറ്റിലേക്ക് കൊടുത്തു. അപ്പൊ എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക? എ ഡോട്ട് ബി കോംപ്ലിമെന്റ് ആണ്. ഇനി ഈ കിട്ടുന്ന ഔട്ട്പുട്ടിനെ ഞാൻ വീണ്ടും ഒരു നാൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുകയാണ്. ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഒരു സിംഗിൾ നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 നോട്ട് ഗേറ്റ് അല്ലെ. അപ്പോൾ ഇവിടെ എ ഡോട്ട് ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നതാണ് ഈ നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? എ ഡോട്ട് ബി കോംപ്ലിമെന്റ് അല്ലെ. ഇവിടെ എ ആണ്. ഒരു നാൻഡ് ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് എന്താണോ അതിന്റെ കോംപ്ലിമെന്റ് ആണ് ഔട്ട്പുട്ടിൽ വരിക, നോട്ട് ഗേറ്റ് പോലെ തന്നെ. അപ്പൊ ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എ ഡോട്ട് ബി കോംപ്ലിമെന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? എ ഡോട്ട് ബി ഡബിൾ കോംപ്ലിമെന്റ്. നമുക്ക് മറ്റൊരു പോസ്റ്റ്ലേറ്റ് ഉണ്ട്, എ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി ഡബിൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ഡോട്ട് ബി ആയിരിക്കും. നോക്കൂ, ഇവിടെ ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് എന്തായിരുന്നു? എയും ബിയും. ഔട്ട്പുട്ട് എന്തായിരുന്നു? എ ഡോട്ട് ബി. ഇവിടെ ഈ 2 നാൻഡ് ഗേറ്റുകൾ വെച്ച് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ഈ ഒരു ഇതിന്റെ ഇൻപുട്ട് എന്താണ്? എയും ബിയും. ഔട്ട്പുട്ട് എന്താണ്? എ ഡോട്ട് ബി. കണ്ടോ? അപ്പോ ദിസ് 2 നാൻഡ് ഗേറ്റ്സ് ആർ ഈക്വലന്റ് ടു ആൻഡ് ഗേറ്റ്. അപ്പോൾ നമുക്കൊരു ആൻഡ് ഗേറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 നാൻഡ് ഗേറ്റ് കാസ്കേഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്തരത്തിൽ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് 2 ഇൻപുട്ടാണ്. ഇനി രണ്ടാമത്തെ നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് ഒരു നോട്ട് ഗേറ്റ് പോലെ തന്നെ സിംഗിൾ ഇൻപുട്ടാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ആ ഇൻപുട്ടിനെ കോംപ്ലിമെന്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് എ ഡോട്ട് ബി എന്ന് പറയുന്ന ആൻഡ് ഗേറ്റ് കിട്ടുന്നത്. അപ്പോൾ ഒരു ആൻഡ് ഗേറ്റിനെ നമുക്ക് ഇത്തരത്തിൽ 2 നാൻഡ് ഗേറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ ഗേറ്റ് എന്ന് പറയുന്നത് ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റിനും ഇതുപോലെ തന്നെ 2 ഇൻപുട്ട് ഓർ ഗേറ്റ് നമുക്ക് നോക്കാം. ഇതാണ് സാധാരണ രീതിയിലുള്ള ഒരു ഓർ ഗേറ്റ് അല്ലെ. അതിലെ എയും ബിയും എന്ന് പറയുന്നതാണ് ഇൻപുട്ട്. അങ്ങനെയാണെങ്കിൽ എ ഓർ ബി എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട്. ഇനി എങ്ങനെയാണ് നമുക്കൊരു ഓർ ഗേറ്റ് നാൻഡ് ഗേറ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും ഒരു ഇൻപുട്ടാണ്. ഒരു ഓർ ഗേറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് 3 നാൻഡ് ഗേറ്റ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അത് ഉപയോഗിക്കേണ്ടത് ഇത്തരത്തിലാണ്. അതായത് ഓരോ ഇൻപുട്ടിനെയും ആദ്യം നാൻഡ് ഗേറ്റിലോട്ട് കണക്ട് ചെയ്യുക. ഇതിപ്പോൾ 2 ഇൻപുട്ട് ഓർ ഗേറ്റ് ആണ്. ഓക്കെ, അപ്പൊ 2 ഇൻപുട്ട് ഓർ ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിലത്തെ 2 ഇൻപുട്ടിനെയും ആദ്യം ഓരോ സെപ്പറേറ്റ് നാൻഡ് ഗേറ്റിലൂടെ കടത്തിവിടുക. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഇതൊരു നാൻഡ് ആണ്. ബി എന്ന് പറയുന്ന ഇൻപുട്ടിനെയും ഞാനൊരു നാൻഡ് ഗേറ്റിലോട്ട് കടത്തി വരുന്നു. അപ്പൊ എനെ ഒരു നാൻഡ് ഗേറ്റിലൂടെ കടത്തി വിടുമ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട്? എ കോംപ്ലിമെന്റ് ആയിരിക്കും. ബിനെ ഒരു നാൻഡ് ഗേറ്റിലോട്ട് കടത്തി വിടുമ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട്? ബി കോംപ്ലിമെന്റ് ആയിരിക്കും. ഇനി ഞാൻ ഇത് രണ്ടിനും, അതായത് എ കോംപ്ലിമെന്റിനെയും ബി കോംപ്ലിമെന്റിനെയും ഞാൻ മറ്റൊരു നാൻഡ് ഗേറ്റിലൂടെ കടത്തിവിടുന്നു. അപ്പൊ എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക? എ കോംപ്ലിമെന്റ് എ കോംപ്ലിമെന്റ് ഡോട്ട് ബി കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് അല്ലെ. എ കോംപ്ലിമെന്റ് ആണ് ഒന്നാമത്തെ ഇൻപുട്ട് ഈ നാൻഡ് ഗേറ്റിന്റെ. ബി കോംപ്ലിമെന്റ് ആണ് രണ്ടാമത്തെ ഇൻപുട്ട്. നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്
കോംപ്ലിമെന്റ് ആണ്. എ കോംപ്ലിമെന്റ് ഡോട്ട് ബി കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ്. നമ്മൾ ഡിമോർഗൻസിലും അപ്ലൈ ചെയ്യുമ്പോൾ എ കോംപ്ലിമെന്റ് ഡോട്ട് ബി കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ഡബിൾ കോംപ്ലിമെന്റ് ഡോട്ടിന്റെ കോംപ്ലിമെന്റ് ഓർ ആണ്, ബി ഡബിൾ കോംപ്ലിമെന്റ് അല്ലെ. എ ഡബിൾ കോംപ്ലിമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ആണ്, ഓർ ബി ഡബിൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ബി ആണ്. കണ്ടോ? അപ്പോൾ ഇത്തരത്തില് 3 നാൻഡ് ഗേറ്റുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എ ഓർ ബി എന്ന് പറയുന്ന ഒരു ഓർ ഗേറ്റിന് ഈക്വലന്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആയിരിക്കും, സർക്യൂട്ട് ആയിരിക്കും. അപ്പൊ ഇതിന്റെ കേസിൽ എ ബി എന്ന് പറയുന്നതാണ് 2 ഇൻപുട്ട്. ആ 2 ഇൻപുട്ടിനെയും സെപ്പറേറ്റ്, ഇതിപ്പോ 2 ഇൻപുട്ട് ഓർ ഗേറ്റ് ആണ് അല്ലെ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു 3 ഇൻപുട്ട് ഓർ ഗേറ്റ് ആണെങ്കിലോ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണ്ടി വരും? അവിടെ നമുക്ക് 3 നാൻഡ് ഗേറ്റ് വെച്ചിട്ടാണ് ഒരു ഓർ ഗേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ എന്താ ചെയ്യേണ്ടത്? ഈ എനെ ആദ്യം നാൻഡ് ഗേറ്റിലൂടെ, പിന്നെ ബിനെ നാൻഡ് ഗേറ്റിലൂടെ, അതുപോലെ തന്നെ എന്ത് ചെയ്യണം? സിനെയും നാൻഡ് ഗേറ്റിലൂടെ കടത്തിവിടണം. ഓക്കെ, എത്ര ഇൻപുട്ട് ഉണ്ടോ അത്രയും ഇൻപുട്ടിനെ ആദ്യം സെപ്പറേറ്റ് നാൻഡ് ഗേറ്റിലൂടെ കടത്തിവിടുക. എന്നിട്ട് കിട്ടുന്ന ഔട്ട്പുട്ടിനെ എല്ലാം തന്നെ കമ്പൈൻ ചെയ്ത് ഒരു നാൻഡ് ഗേറ്റിലൂടെ കടത്തിവിടുക. അപ്പോൾ മാത്രമേ നമുക്ക് എ ഓർ ബി എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ 2 ഇൻപുട്ട് കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? 3 നാൻഡ് ഗേറ്റുകൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് 1 ഓർ ഗേറ്റ്. ക്ലിയർ ആയോ? ഇതാണ് നാൻഡ് ഗേറ്റിന്റെ ഇംപ്ലിമെന്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എങ്ങനെ നാൻഡ് ഗേറ്റ് മാത്രം ഉപയോഗിച്ച് നോട്ട് ഗേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു നാൻഡ് ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വലന്റ് ടു 1 നോട്ട് ഗേറ്റ്. 2 നാൻഡ് ഗേറ്റുകൾ കാസ്കേഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വലന്റ് ടു 1 ആൻഡ് ഗേറ്റ്. 3 നാൻഡ് ഗേറ്റുകൾ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വലന്റ് ടു 2 ഇൻപുട്ട് ഓർ ഗേറ്റ്. ക്ലിയർ ആയോ? ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ടുള്ള നോർ ഗേറ്റിന്റെ ഇംപ്ലിമെന്റേഷനും കൂടെ നമുക്കൊന്ന് നോക്കാം. നോർ ഗേറ്റിന്റെ ഇംപ്ലിമെന്റേഷൻ. നോർ ഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് നോർ ഗേറ്റ് എന്ന് പറയുന്നത് അല്ലെ. എ ആണ് ഇൻപുട്ട്, ബി ആണ് ഇൻപുട്ട് എന്നുണ്ടെങ്കിൽ നോർ ഗേറ്റ് എന്താണ്? എ ഓർ ബി കോംപ്ലിമെന്റ് അല്ലെ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു നോട്ട് ഗേറ്റ് നോർ ഗേറ്റ് വെച്ചിട്ടുണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഇതിപ്പോ നാൻഡിന്റെ കേസാണ്. നമുക്ക് ഇതിന് താഴെ നോറിന്റെ കേസ് എഴുതാം. അതായത് നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എ ആണ് ഇൻപുട്ട് എന്നുണ്ടെങ്കിൽ എ കോംപ്ലിമെന്റ് ആണ് ഔട്ട്പുട്ട്. നമുക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം? ഒരു എ എന്ന് പറയുന്ന സിംഗിൾ ഇൻപുട്ടിനെ ഒരു നോർ ഗേറ്റിലേക്ക് കടത്തിവിടാം. എ എന്ന് പറയുന്ന ഇൻപുട്ടിനെ ഞാൻ ഇങ്ങനെ ഒരു നോർ ഗേറ്റിലേക്ക് വിടുകയാണ്. അപ്പോൾ ഇതും എ ആണ്, ഇതും എ ആണ്. നോർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്താണ്? എ ഓർ എ കോംപ്ലിമെന്റ്. എ ഓർ എ കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ എന്താ? എ കോംപ്ലിമെന്റ് ഡോട്ട് എ കോംപ്ലിമെന്റ്. അപ്പോൾ അക്കോർഡിംഗ് ടു അവർ പോസ്റ്റ്ലേറ്റ്സ് എ ഡോട്ട് അല്ലെങ്കിൽ എ ഡോട്ട് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എ തന്നെയാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താ വരിക? എ കോംപ്ലിമെന്റ് ഡോട്ട് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നതും ഇറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ്. സോ 1 നോർ ഗേറ്റ് ഈസ് ഈക്വലന്റ് ടു 1 നോട്ട് ഗേറ്റ്. ഒരു നോർ ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നോട്ട് ഗേറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആ വെക്കുന്ന നോർ ഗേറ്റിലേക്ക് സിംഗിൾ ഇൻപുട്ട്, സെയിം ഇൻപുട്ട് തന്നെയാണ് 2 ഇൻപുട്ടായിട്ട് നമ്മൾ വിടുന്നത്. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി മറ്റൊരു കേസ് നോക്കാം. എങ്ങനെയാണ് ഒരു ഓർ ഗേറ്റ്? ഓക്കെ, സാധാരണ രീതിയിൽ ഒരു ഓർ ഗേറ്റ് 2 ഇൻപുട്ട് ഓർ ഗേറ്റ് ആണ്. ഇതാണ് നമ്മുടെ ഓർ ഗേറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? എ ഓർ ബി ആണ്. ഇനി എങ്ങനെയാണ് ഈ ഒരു ഓർ ഗേറ്റിന്റെ പ്രസൻസ് അല്ലെങ്കിൽ ഈ ഒരു ഓർ ഗേറ്റിനെ നമുക്ക് നോർ ഗേറ്റുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 2 ഇൻപുട്ടിനെയും ഒരു നോർ ഗേറ്റിലേക്ക് കടത്തിവിടുകയാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ നോർ ഗേറ്റ്. അപ്പൊ എന്തായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്? എയും ബി ആണ് ഇൻപുട്ട് എന്നുണ്ടെങ്കിൽ എ ഓർ ബി കോംപ്ലിമെന്റ് വരും. ഇതാണ് ഔട്ട്പുട്ട്. ഈ കിട്ടുന്ന ഔട്ട്പുട്ടിനെ ഞാൻ വീണ്ടും ഒരു നോർ ഗേറ്റിലേക്ക് കടത്തിവിടുകയാണ്. അപ്പൊ എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക? 1 നോർ ഗേറ്റ് ഇസ് ഈക്വലന്റ് ടു നോട്ട് ഗേറ്റ്. അപ്പോൾ എന്താണോ ഇൻപുട്ട് അതിന്റെ കോംപ്ലിമെന്റ് ആയിരിക്കും ഈ ഒരു നോർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ എ ഓർ ബി കോംപ്ലിമെന്റ് ആണ് ഇൻപുട്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട്? എ ഓർ ബി ഡബിൾ കോംപ്ലിമെന്റ് ആയിരിക്കും ഔട്ട്പുട്ട്. അപ്പൊ ഡബിൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്
ഡബിൾ ഇൻവേർഷൻ ആണ് അല്ലേ. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒരു ചേഞ്ച് സംഭവിക്കണില്ല. അപ്പോൾ എന്തായിരിക്കും എ ഓർ ബി ഡബിൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ ഓർ ബി. ഓക്കെ, അപ്പോൾ കണ്ടോ എയും ബിയുമാണ് നമ്മുടെ ഇൻപുട്ട് എന്നുണ്ടെങ്കിൽ രണ്ട് നോർ ഗേറ്റുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ ഓർ ബി ആവും. സോ 2 NOR gates are equivalent to 1 OR gate. 2 NOR gates are equivalent to 1 OR gate. ക്ലിയർ ആയോ? ഇനി ലാസ്റ്റത്തെ ഗേറ്റ് എന്ന് പറയുന്നത് നാൻഡ് ഗേറ്റ് ആണ്. നമുക്ക് ഇതുപോലെ തന്നെ എക്സോറിനെയും എല്ലാം തന്നെ ഇത്തരത്തിലെ യൂണിവേഴ്സൽ ഗേറ്റുകൾ വെച്ച് മാറ്റി വരയ്ക്കാനായിട്ട് പറ്റും. പക്ഷേ ഫോർ ദ ടൈം ബീങ് വി വിൽ ഓൺലി ഡിസ്കസ് അബൌട്ട് ആൻഡ് ഓർ നോട്ട് ഗേറ്റ്സ്. ഓക്കെ, ഇനി ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റിന്റെ കേസ് നമുക്ക് നോക്കാം. ഇതാണ് ആൻഡ് ഗേറ്റ്. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? എ ഡോട്ട് ബി ആണ്. ഇനി എങ്ങനെയാണ് ഒരു ആൻഡ് ഗേറ്റിന്റെ പ്രതീതി നോർ ഗേറ്റുകൾ വെച്ച് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാമെന്ന് നോക്കാം. എ എന്ന് പറയുന്നതാണ് ഇൻപുട്ട്, ബി എന്ന് പറയുന്നതാണ് മറ്റൊരു ഇൻപുട്ട്. ആദ്യം ഞാൻ ചെയ്യുന്നത് എ ബി എന്ന് പറയുന്ന ഈ രണ്ട് ഇൻപുട്ടിനെയും സെപ്പറേറ്റ് ഓരോ നോർ ഗേറ്റിലേക്ക് കടത്തിവിടുകയാണ്. എനെ ഒരു നോറിലേക്ക് വിട്ടു, അതുപോലെ തന്നെ ബിനെ ഒരു നോർ ഗേറ്റിലേക്ക് വിട്ടു. അപ്പോൾ ഈ നോർ ഗേറ്റിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? എ കോംപ്ലിമെന്റ് ആയിരിക്കും അല്ലെ, കാരണം 1 NOR ഗേറ്റ് ഇസ് ഈക്വൽ ടു 1 NOT ഗേറ്റ്. ഇനി ഇതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ബി കോംപ്ലിമെന്റ് ആയിരിക്കും. ഇനി ഈ രണ്ടെണ്ണത്തിനെയും കൂടെ ഞാൻ ഒരുമിച്ച് മറ്റൊരു നോർ ഗേറ്റിലേക്ക് വിടുകയാണ്. ഈ നോർ ഗേറ്റിന്റെ ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും. അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും? എ കോംപ്ലിമെന്റ് ഓർ ബി കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ്. ഇതായിരിക്കും ഈ ഒരു നോർ ഗേറ്റിന്റെ ഔട്ട്പുട്ട്. അപ്പൊ എ കോംപ്ലിമെന്റ് ഓർ ബി കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ എന്താ? എ ഡബിൾ കോംപ്ലിമെന്റ് ഡോട്ട് ബി ഡബിൾ കോംപ്ലിമെന്റ്. എ ഡബിൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ തന്നെയാണ്, ഡോട്ട് ബി ഡബിൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ബി തന്നെയാണ്. സോ ഔട്ട്പുട്ട് ഈസ് എ ഡോട്ട് ബി. ഓക്കെ, അപ്പോൾ ഇത്തരത്തില് ആദ്യം ഇൻപുട്ടുകളെ സെപ്പറേറ്റ് ഓരോ നോർ ഗേറ്റിലേക്ക് കടത്തിവിട്ടു. ആ നോർ ഗേറ്റുകളുടെ ഔട്ട്പുട്ടിനെ മറ്റൊരു നോർ ഗേറ്റിലേക്ക് കടത്തിവിട്ട് കഴിഞ്ഞാൽ നമുക്ക് എ ഡോട്ട് ബി എന്ന് പറയുന്ന ഒരു ആൻഡ് ഗേറ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ 3 NOR gates are equivalent to 2 input AND gate. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 3 NOR ഗേറ്റുകൾ വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ഗേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതിപ്പോൾ 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, നോക്കൂ, 3 നാൻഡ് ഗേറ്റുകൾ വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർ ഗേറ്റ് ഉണ്ടാക്കാം. ആ ഓർ ഗേറ്റ് എന്ന് പറയുന്നത് 2 ഇൻപുട്ട് ആയിരുന്നു. ഇനി 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ എന്ത് വേണം? അപ്പോൾ മൂന്നാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് സി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എനെ നോർ ഗേറ്റിലേക്ക് കടത്തിവിട്ടു, അതുപോലെ തന്നെ സിനെ ആദ്യം നോർ ഗേറ്റിലേക്ക് കടത്തിവിടണം. അപ്പോൾ സി കോംപ്ലിമെന്റ് കിട്ടും അല്ലേ. അങ്ങനെ എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും സി കോംപ്ലിമെന്റും എന്ത് ചെയ്യുക? ഈ നോർ ഗേറ്റിലേക്ക് കടത്തിവിട്ടാൽ മാത്രമേ നമുക്ക് എ ഡോട്ട് ബി ഡോട്ട് സി എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ എത്രയും ഇൻപുട്സ് ഉണ്ടോ അത്രയും ഇൻപുട്ടുകളെ സെപ്പറേറ്റ് നോർ ഗേറ്റിലേക്ക് കടത്തിവിടുക. അതിനുശേഷം കിട്ടുന്ന ഔട്ട്പുട്ടിനെ ഒരു നോർ ഗേറ്റിലേക്ക് കടത്തിവിട്ട് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൻഡ് ഓപ്പറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്, യൂണിവേഴ്സൽ ഗേറ്റ്സുകളുടെ ഇംപ്ലിമെൻറ്റേഷൻ. അതായത് ഒരു നാൻഡ് ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നോട്ട് ഗേറ്റ് കിട്ടും, 2 നാൻഡ് ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു നോട്ട് ആൻഡ് ഗേറ്റ് കിട്ടും, 3 നാൻഡ് ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഓർ ഗേറ്റ് കിട്ടും. ഇനി ഒരു നോർ ഗേറ്റ് ആണ് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് 1 നോട്ട് ഗേറ്റ്. 2 നോർ ഗേറ്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ഓർ ഗേറ്റ് ക്രിയേറ്റ് ചെയ്യാം. 3 നോർ ഗേറ്റുകൾ ഉപയോഗിച്ചിട്ട് ഒരു ആൻഡ് ഗേറ്റും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം. എങ്ങനെയാണ് ഓരോ ഫണ്ടമെന്റൽ ഗേറ്റുകളെയും ആൻഡിനെയും ഓറിനെയും നോട്ടിനെയും ഒക്കെ എത്തരത്തിലാണ് നോറും നാൻഡും വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നത് എന്ന് പഠിക്കണം. കാരണം നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക്കിൽ നമുക്ക് പഠിക്കേണ്ടത് ഒരു ലോജിക് സർക്യൂട്ട് നമുക്ക് തരും. ഓക്കെ, ആ ലോജിക് സർക്യൂട്ട് വിൽ ബി എന്താ പറയുക, നമ്മുടെ ഫണ്ടമെന്റൽ ഗേറ്റുകൾ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലോജിക് സർക്യൂട്ടാണ് എന്ന് പറയുന്നത്. ആൻഡ് ഓർ നോട്ട് ഗേറ്റുകൾ മാത്രമേ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ. എങ്ങനെ ആ ഒരു സർക്യൂട്ടിനെ നാൻഡ് ഗേറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് മാറ്റി വരയ്ക്കാം.
അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന ഗിവൺ സർക്യൂട്ടിനെ എങ്ങനെ നോർ ഗേറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതൊക്കെ ഉപയോഗം വരും. എങ്ങനെയാണ് ഒരു ആൻഡ് ഗേറ്റിനെ നോറാക്കി മാറ്റുക, അങ്ങനെയൊക്കെ നമുക്കത് പഠിക്കേണ്ടി വരും. സോ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ തറവായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.